ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇന്നിപ്പോൾ അർദ്ധരാത്രി 2 മണി ആവാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് മാത്രമാണ് ഇത്രയും ചില കാര്യങ്ങൾ എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റൂ. ഇപ്പോൾ നല്ല രീതിയിൽ ശാന്തമാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഈ ഒരു അർദ്ധരാത്രി 2 മണി ആ ഒരു സമയത്തൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ ചില വ്ളോഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇത് ചില ദിവസം മാത്രമേ ഇങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ചില ദിവസങ്ങളിൽ മാത്രം. അല്ലാത്ത വീഡിയോ ഞാനിപ്പോൾ അതുപോലെ രാവിലെ പിന്നെ വൈകിട്ടൊക്കെ ഞാൻ ചെയ്യും. അത് എല്ലാ ദിവസവും. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഈ 2 മണി വരുന്ന ടൈം അത് ശാന്തമാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു സംഭവം കാണിക്കാം. ഇത് മാറ്റിക്കിട്ടെ. ഇതാണ് ഫെവിക്കോളിൻ്റെ വലിയൊരു ബോട്ടിൽ. അപ്പോൾ ഇതിൽ നിറയെ ഫെവിക്കോളൊക്കെ നിറച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിറച്ചതല്ല, ഇത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ഈ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് 200 രൂപയാണ്. അപ്പോൾ 200 രൂപയ്ക്ക് ഈ ഒരു ബോട്ടിൽ ഫെവിക്കോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗൈസ് അത് നല്ലൊരു ഉപകാരമാണ്. കാരണം നമുക്ക് ഫെവിക്കോളിൻ്റെ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടിക്കാനും വരയ്ക്കാനൊക്കെ ഉണ്ട്. വരയ്ക്കാനല്ല, ഒട്ടിക്കാനും പിന്നെ ആർട്ടിക് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഫെവിക്കോള് അത്യാവശ്യം ആണതാണ്. അപ്പോൾ ഫെവിക്കോളിൻ്റെ ആവശ്യം ഒരുപാടുണ്ട്. ആർട്ടിക് വർക്ക്, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒട്ടിക്കാനും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ ഫെവിക്കോളിൻ്റെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇത്രയും വലിയ ബോട്ടിലൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടാവും. 10-ൻ്റെയും 20-ൻ്റെയും 40-ൻ്റെയും. അപ്പോൾ ഗൈസ്, ഈ 2 ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞതായിരിക്കാം. കഴിഞ്ഞ ബോട്ടിലാണെങ്കിലും കഴിയാത്ത ബോട്ടിൽ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു എളുപ്പ വഴി മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കടയിൽ പോയിട്ട് അടുത്ത ബോട്ടിൽ വാങ്ങിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ ഈ ഫെവിക്കോളായാലും കഴിഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത ബോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ പൈസ അധികം നല്ല രീതിയിൽ ചിലവാകും. അപ്പോൾ പൈസ നല്ല രീതിയിൽ ചിലവ് ആവാണ്ടിരിക്കാൻ നിങ്ങൾ
ഒരു സംഭവം ചെയ്താൽ മതി. 200 രൂപയ്ക്ക് നിങ്ങൾ ഇത്രയും വലിയ ബോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്ര വലിയ ബോട്ടിൽ ഇത്രയും വലിയ ഫെവിക്കോളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഒട്ടിക്കാനും ഒക്കെ പറ്റും. വേണ്ട രീതിയിൽ നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാവുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളും ഒട്ടിക്കാനും ആർട്ടൊക്കെ വർക്ക് ചെയ്യാനും ഇത് ഉപകാരം ഉണ്ടാവും. കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ ആവശ്യം. കാരണം ഒരുപാട് ചിത്രങ്ങളൊക്കെ ബുക്കിനുള്ളിലേക്ക് ഒട്ടിക്കാനൊക്കെ ഇല്ലേ, അവർക്കാണ് കൂടുതൽ ആവശ്യം. പിന്നെ കൂടുതൽ ആവശ്യം ഈ ആർട്ടിക് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കണ്ടേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫെവിക്കോള് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. പിന്നെ മാത്രമല്ല ഈ കത്തൊക്കെ ഈ പേഴ്സണൽ ആണല്ലോ, കത്തൊക്കെ വരുന്നത് പേഴ്സണൽ ആണ്. അത് ആരും അത് പൊട്ടിച്ച് വായിക്കാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആ കത്ത് ഒരു പശ തേച്ച് ഒട്ടിക്കും. അപ്പോൾ ചിലവർ ഈ ഫെവിക്കോൾ വെച്ചിട്ടാണ് ചില കത്തുകളൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ പശകളേക്കാളും ഏറ്റവും നല്ലൊരു പശയാണ് ഫെവിക്കോൾ. എല്ലാ പശകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പശയാണ് ഫെവിക്കോള്. ഇത് കൂടുതൽ ആയിട്ട് കുട്ടികൾക്കൊക്കെയാണ്. പിന്നെ മാത്രമല്ല എന്നെ പോലുള്ള ആർട്ടിക് വർക്കൊക്കെ ചെയ്യുന്നവർക്കും ഇതൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പോസ്റ്റ്മാനൊക്കെ കത്ത് പേഴ്സണലായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം, പശ തേച്ച് ഒട്ടിച്ചിട്ട് വേണം നമ്മുടെ കയ്യിലോട്ട് തരണമെങ്കിൽ. ഇപ്പോൾ പോസ്റ്റൊക്കെ വരുന്ന കത്തോടൊക്കെ ഇങ്ങനെ പശ തേച്ചിട്ട് ഒട്ടിക്കാനൊക്കെ ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, നമ്മുടെ സംഭവം ഇതൊന്നും അല്ല. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഈ ബോട്ടിലേക്കും ഇതിലത്തെ ഫെവിക്കോള് ഞാൻ നിറയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മറക്കാണ്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാനത് ഈ ബോട്ടിലേക്കും ഇതിലത്തെ ഫെവിക്കോൾ ഞാൻ നിറയ്ക്കാനായിട്ട് പോവാണ്. ഇതിലേക്കും ആദ്യം ഇതിൻ്റെ മൂടി നമുക്ക് തുറക്കാം, തുറന്നു വയ്ക്കുക. ഇത് കുറച്ചുണ്ട്, എന്നാലും ഞാൻ നിറയ്ക്കാണ്
പിന്നെ ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഞാൻ ഈ ചട്ട ഞാൻ എന്തിനാണ് വെച്ചത് എന്ന് വെച്ചാൽ, നമ്മൾ നിലത്താണെങ്കിൽ ചെയ്യുമ്പോഴേ നമ്മൾ ഒഴിക്കുന്ന പശ ദിശ മാറി പോവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ദിശ മാറി ഇങ്ങനെ പോകുമ്പോൾ തറയിൽ വീഴും. അപ്പോൾ തറയിൽ വീണ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒരു മിനിറ്റോ 2 മിനിറ്റിനുള്ളിൽ അത് ഡ്രൈ ആവും, ഉണങ്ങും, അതൊന്ന് പറ്റി പിടിച്ചിരിക്കും. പിന്നെ അത് കളയണമെങ്കിൽ സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം തറ വൃത്തി ആക്കണമെങ്കിൽ. നല്ലൊരു പണിയാണ്. ഈ സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് വേണം പോയ ഫെവിക്കോളിൻ്റെ സംഭവം എന്ത് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ. അങ്ങനെ 8ൻ്റെ പണിയാണ്. ആ 8ൻ്റെ പണി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവത്തിൻ്റെ മുകളിൽ ഞാൻ ഇത് വെച്ചത്. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഒരു തറയിലോ ഒരു സോഫയിലോ ഒരു ടീപ്പോയിലോ ഒന്നും ആവില്ല. എല്ലാം ഈ ചട്ടയുടെ മേലിൽ മാത്രം ഉണ്ടാവുള്ളൂ. ഈ ചട്ട നമുക്ക് അവസാനം എന്ത് ചെയ്യാം, ഈ സോപ്പ് ആദ്യം വെള്ളം ആദ്യം അപ്ലൈ ചെയ്യുക. അതിനുശേഷം സോപ്പ് എടുക്കുക, നന്നായിട്ട് പതച്ച് കഴുകി നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി അവസാനമായിട്ട് പറയാം, വീഡിയോയുടെ അവസാനം. അപ്പം ഞാൻ പരിപാടികളിലേക്ക് കടക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിലത്തെ ഭാഷ ഇതിലേക്ക് നിറയ്ക്കാനായിട്ട് പോകുന്നു. തെറ്റാൻ പാടില്ല, ഇത് നിറയട്ടെ സംഭവം. നിറയെ ഇത്രയും പ്രയാസം എടുക്കും. കൈ കാണിച്ചു ഗൈസ്. റെസ്റ്റ് ചെയ്ത് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം വരെ എത്തിയിട്ടുണ്ട്. ചെറിയ ബോട്ടിൽ 1 മിനിറ്റ് കൊണ്ട് എന്തായാലും അറിയും. ഈ ബൂസ്റ്റിൻ്റെ വലിയൊരു ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോഴേ അതിൽ ഒരുപാട് ഉണ്ടാവില്ല. അപ്പം അതിൽ ഒരുപാട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൂസായിട്ടുള്ള പാക്കറ്റ് മേടിക്കണം. അതിൽ ആ വലിയ ബോട്ടിലുള്ള ഇതിലെ ഗ്രാം എഴുതിയിട്ടുണ്ടാവും. അപ്പം അത്രയും ഗ്രാമുള്ള സംഭവം ലൂസ് പാക്കറ്റായിട്ട് കിട്ടും.
ബൂസ്റ്റിൻ്റെ ലൂസ് പാക്കറ്റ് ആ ഒരു വലിയൊരു ബോട്ടിൽ കൊടുത്തിട്ടുള്ള ഗ്രാമിൽ ലൂസ് പാക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വലിയൊരു ബൂസ്റ്റിൻ്റെ ബോട്ടിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഓരോ പാക്കറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇത്. ഞാൻ 2 കൈ വെച്ചിട്ടാണ് സംഭവം. ഞാൻ ഈ ഇത്രത്തോളം വരെ എടുക്കുന്നുള്ളൂ. കൂടിയുണ്ട്. നിറഞ്ഞു കേസ് നിറഞ്ഞു നിറഞ്ഞു. ഇനി ഇതിന് നിറയ്ക്കണം. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇതിൽ കാണാം, ചെറിയൊരു നിഴൽ ആയിട്ട്. ഇത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പോൾ അധികം കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം ബാക്കി ഇതിനു മുമ്പ് കുറച്ച് എന്ത് ചെയ്തു, നമ്മൾ യൂസ് ചെയ്തു. ഫിനിഷാക്കി. ഞാനൊരു കാര്യം നേരത്തെ പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ,